വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞങ്ങളൊരു 3 മണിക്ക് എടുക്കുക കേട്ടോ. ഞങ്ങളപ്പോൾ അതേ ഇന്ന് അവിടെ പോകണമെന്ന് ടൂർ പോകും. പാനേലി പോരും നടക്കുള്ളൊരു സ്ഥലത്ത് ടൂർ പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവരും റെഡി ആയിട്ടുണ്ട്. ഞങ്ങളത് റെഡി ആയിക്കൊണ്ടിരിക്കും. വണ്ടിയിലൊക്കെ കയറിയിട്ട് അവിടെ കാണാം. അങ്ങനെ വണ്ടിയിലൊക്കെ കയറി അങ്ങോട്ട് യാത്ര തുടങ്ങിയിട്ടാ. എല്ലാവരും നല്ല മൂടിയാണ്. അതേ അമ്മാമ്മയും ഇവരൊക്കെ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നു. കുഞ്ഞ് അവിടെ കളിക്കുന്നു. അപ്പം എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടാ. അപ്പോൾ അവിടെ എത്താറായിട്ടുണ്ട് അമ്മ. അങ്ങനെ അതേ സ്ഥലത്തിരിക്കുകയാണ്. വണ്ടി ഇതേ ഇവിടെ നിർത്തി സ്ഥലത്തിരിക്കുന്നു. ഇതൊക്കെയാണ് കാഴ്ച കേട്ടോ. ഇതൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. ഇതൊക്കെയാണ് പിള്ളേർ കേട്ടോ. അപ്പോൾ നമ്മൾ പാനിൽപ്പോരില്ല, ഇത് വേറെ സ്ഥലമാണ് ഒരു പാർക്ക്. അപ്പോൾ അവിടെ കയറാനായിട്ട് ടിക്കറ്റ് ഇങ്ങനെ എടുക്കണുള്ളൂ. അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. ഓക്കെ. അങ്ങനെ അതെ അവിടെ നിന്ന് എല്ലാവരും കൂടി ഞങ്ങൾ ടിക്കറ്റ് എടുക്കാനൊക്കെ ഇങ്ങനെ നടന്നു വന്നിട്ടാണ്. അപ്പോൾ അവിടേക്ക് ചെന്നപ്പോൾ നിറച്ച ആൾക്കാരും നല്ല തിരക്കാണ്. പിന്നെ ഞങ്ങളെ ആൾക്കാർ കുറച്ചും കൂടി വരാനും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതൊക്കെ നോക്കി ഇങ്ങനെ നിന്ന് അങ്ങനെ നേരെ അവിടെ നിന്ന് ചേട്ടൻ പോയി ടിക്കറ്റ് എടുത്തുട്ടാണ്. ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ അതിൻ്റെ ഉള്ളിലേക്ക് എല്ലാവരും കൂടി അങ്ങോട്ട് കയറി. അതേ പാസ്സൊക്കെ കുത്തി ഉള്ളിൽ കയറിയിട്ടാണ്. അപ്പം അതേ എല്ലാവരും കൂടി ആനേനൊക്കെ കാണാൻ പോകട്ടെ. അതിൻ്റെ ഉള്ളിൽ എല്ലാവരും ഉണ്ട്. ബാക്കിൽ എല്ലാവരും കൂടി അതേ നല്ല തണവുണ്ട് കേട്ടാ. ബാക്കിലെ ആൾക്കാരൊക്കെ ഇല്ലേ. കണ്ടൽക്കാട് പൊള്ളി സ്ഥലം. ഇവിടെ എന്തായാലും വരണം അല്ല, ഈ ഭാഗത്ത് എന്തായാലും വരണം അല്ലേ. ഈ ഭാഗത്ത് എന്തായാലും വരണം. ഇത് വേറെ സ്ഥലം ഞങ്ങൾ പോകാൻ ഉദ്ദേശിച്ച സ്ഥലത്തുനിന്ന് അവിടെ നിന്ന് ഇതിലെ സൈഡിൽ കൂടെ വന്നാൽ അപ്പം ഈ ഭാഗം കണ്ടെന്നുള്ളൂ അല്ലേ. അപ്പം അന്ന് കയറി. ഇതെന്താണ് ഒറ്റമ്പിലൊക്കെ. അപ്പോൾ ഈ സ്ഥലം കണ്ടിട്ടുള്ളവരുണ്ടായാലും കമന്റ് കണ്ടൊരു കമന്റ് പറയാം. അവിടെ ഫോട്ടോ എടുക്കലൊക്കെ തുടങ്ങിയിട്ടേ. ഞാൻ ചേട്ടന്മാർ പോളിസാണ്. അതെ എന്തോ മാൻപാറ മാൻപാർക്ക് പാറല്ല പാർക്ക്. അതെ നല്ല പട്ടീനെ കണ്ടാലായി. മാൻപാർക്ക് നടന്നോ. ഭയങ്കര കൂൾ. അയ്യോ വിടാൻ പോയതല്ല. അപ്പൊ അതേ അടുത്ത സ്ഥലം കണ്ടിട്ട് അവിടെ ഫോട്ടോ എടുക്കാൻ നിൽക്കുന്നിട്ട് എല്ലാവരും കൂടിയിട്ട് എന്താണ് ആരും നിൽക്കുന്നത്. അങ്ങനെ അതേ ആനൊക്കെ നിൽക്കുന്നുണ്ടായിട്ട് ആന ഒരു 5-6 ആനകളൊക്കെ നിൽക്കുന്നുണ്ടായി. വലിയ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഒക്കെ കൊമ്പില്ലാത്ത പെണ്ണാനകളൊക്കെ ആയിരുന്നു. അപ്പം അതിൻ്റെ ഉള്ളിൽ കുറച്ച് അങ്ങോട്ട് നടന്നു. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നോക്കിയപ്പോൾ എൻ്റെ അച്ഛൻ്റെ പോലത്തെ ഒരാൾ നിൽക്കുന്നു. പിന്നെ എല്ലാവരും കൂടി ഇതേ ആനേനൊക്കെ നോക്കി ഇങ്ങനെ നിന്ന്. അപ്പം അതേ ഇങ്ങനെ ആന കുറേ തലപൊക്കിയൊക്കെ പിടിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ നേരെ ഞങ്ങൾ ആ വഴി കൂടെ അങ്ങോട്ട് നടന്നു കേട്ടോ. അവിടെ നിന്ന് നേരെ ഇറങ്ങി. അങ്ങനെ അതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ കുറച്ച് അങ്ങോട്ട് നടന്നപ്പോൾ റൈറ്റ് സൈഡിലായിട്ട് നമുക്കൊരു ഏർമാടം കാണാൻ പറ്റിയിട്ടാണ്. ഞങ്ങൾ അങ്ങോട്ട് കടന്ന് ചെന്ന് നോക്കിയപ്പോൾ അവിടെ അങ്ങനെ ആൾക്കാർ ഉള്ളിൽ മേലേക്ക് കയറി നിൽക്കുന്നുണ്ടായിരുന്നു. എന്നാലും അടിയിലാരും ഉണ്ടായില്ല. അപ്പോൾ ഞങ്ങൾ ആദ്യം കയറാമെന്ന് വിചാരിച്ച് അങ്ങോട്ട് ചെന്നപ്പോൾ ഈ സൈഡിൽ നിൽക്കുന്നവരൊക്കെ ഒരു ക്യൂയിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നിട്ട് നേരെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കുറച്ച് തിരക്ക് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കയറിയിട്ടാണ്. അങ്ങനെ അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് നമ്മൾ ഫുഡ് കഴിക്കാനുള്ള തയ്യാറെടുപ്പിലായിട്ടാണ്. ഒക്കെ ഓരോരുത്തരോ സാധനങ്ങളെടുത്തു. അവിടെ ഇവിടെ അങ്ങനെയൊക്കെ സെറ്റായി. അങ്ങനെ അതിൻ്റെ ബാക്കിൽ കാണുന്ന പുഴ നമ്മളെ പെരിയാർ നദീനിട്ടാ. അപ്പം എങ്ങനെയുണ്ട് അമ്മ സ്ഥലം?
നല്ല ഭംഗിയുള്ള സ്ഥലം, ആനകളെ കണ്ടു. 50 രൂപയ്ക്കുള്ള 50 രൂപയ്ക്കില്ല. 50 രൂപയ്ക്കുള്ള ഇല്ല. അത്ര വലിയ സ്ഥലമൊന്നുമില്ല. എന്തായാലും ഇങ്ങനെ അപ്പൊ ഇതിന് ഞങ്ങൾ 3 പേര്, ഞങ്ങൾ ഇതെന്റെ ചേച്ചി. അപ്പൊ അടുത്ത സ്ഥലത്ത് കാണാം. ഫാദർ ഓഫ് ഇന്ത്യ, ദേവന്റെ വൈഫാണിത്. അപ്പൊ അതെ എല്ലാരും ഉണ്ട് അവരവിടെ ഇരിക്കും. അപ്പൊ അടുത്ത സ്ഥലത്ത് കാണാട്ടാ. ഓക്കെ, അങ്ങനെ അടുത്ത സ്ഥലത്ത് നമ്മൾ എത്തിട്ടാ. പാനിയിൽ പോരൂട്ടാ. അങ്ങനെ അവിടുന്ന് അപ്പൊ നമ്മ സ്ഥലത്തെത്തിയിരിക്കുന്നു. പാനിയേലി പോരും. ബോർഡൊക്കെ അവിടെ ഉണ്ട്. ബോർഡൊക്കെ അവിടെ ഉണ്ട്. അത് ബോർഡ് അവിടെ കാണും. ഇവിടെ നിറച്ച ആൾക്കാരുണ്ട് കേട്ടോ. അതെ, അതൊക്കെ ആൾക്കാരാണ്. അപ്പം നമ്മളെ വീഡിയോ ഇത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ. ഓടൊക്കെ അപ്പോൾ അത് ടിക്കറ്റ് എടുക്കാനുള്ള ക്യൂയിലും കേട്ടോ. എവിടെ എത്തി പൊന്നു? അവിടെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ കേട്ടോ. റോഡിലൊക്കെ തിരക്കും കുറവാണ്. അപ്പം അതേ പാനിയിൽ പോരും എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മളിങ്ങനെ നിൽക്കുന്ന കേട്ടോ. അങ്ങോട്ട് കയറാനുള്ള ഉള്ളിയോ ഇങ്ങനെ കേട്ടോ. ഞങ്ങൾ ഇപ്പം ഇങ്ങോട്ട് മാറി നിന്നിട്ട് കാണിച്ചു തരുന്നതാണ്. ഈ വഴി ഇങ്ങനെ നടന്ന് അങ്ങോട്ട് പോകണം. അവിടെ എത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതേ പാസ്സൊക്കെ കിട്ടി ഉള്ളിലേക്ക് കയറാൻ പോകും കേട്ടോ ഞങ്ങൾ, അല്ലേ? അപ്പം അത് അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല തിരക്കില്ല. അവിടേക്ക് വന്ന അവിടേക്ക് വന്നപ്പോൾ രണ്ടാമത്തതപ്പോൾ നമ്മൾ വന്നത് പാനിപ്പൂരി. യെസ്, അവിടെ സൈഡിൽ കഴിക്കാനായിട്ടുള്ള സാധനങ്ങളൊക്കെ കേട്ടോ. അങ്ങനത്തെ വെള്ളച്ചാട്ടം ഉണ്ടെന്ന് പറഞ്ഞിടത്തേക്ക് ഞങ്ങൾ നടന്നു പോകുന്നു കേട്ടോ. വെള്ളച്ചാട്ടമല്ല, വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്ന സ്ഥലത്തേക്ക്. അങ്ങനെ ഞങ്ങൾ ടീമുകൾ കുളിക്കുന്നതാണ് സീൻ കാണുന്നത്. പ്രിയ മേമ ഒരു പീസ് അടിച്ചേ, ഒരു പീസ് അടിക്ക്. അതെ, ഞങ്ങൾ സുഖിച്ചേട്ടൻ രംഗത്തിൽ ഇറങ്ങിയാണ്. ഇങ്ങനെ എല്ലാവരും അപ്പോൾ എനിക്ക് ഇറങ്ങാൻ പറ്റില്ല ഗായ്സ്, കുളിക്കാൻ പറ്റില്ല. കാരണം ഞാൻ പീരിയഡ്സ് ആയിരിക്കുകയാണ്. ഇരിക്കാനാ ഫോട്ടോ അല്ല, വീഡിയോ ആണ്. നല്ല നൈസ് സ്ഥലമാണ്, ഒരു രക്ഷ. അപ്പോൾ അത് കുളി കഴിഞ്ഞ് നമ്മൾ വെള്ളത്തിൽ നിന്ന് ഇങ്ങോട്ട് കയറിയപ്പോൾ ഒടുക്കത്തെ ചൂട് കേട്ടോ. ചൂടെന്ന് വെച്ചാൽ അമ്മാതിരി ചൂടും അമ്മാതിരി തണവും കേട്ടോ. അപ്പോൾ അത് എല്ലാവരും മനസ്സോടെ അവിടെ നിന്ന് കയറി ഒരു 1.5-2 മണിക്കൂറെങ്കിലും ഞങ്ങൾ അവിടെ നീരാടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് പതുക്കെ എല്ലാവരും ഇങ്ങനെ കയറി വന്നു. അപ്പോൾ അത് കുളിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഇങ്ങനെ നിൽക്കുന്നു കേട്ടോ. അപ്പോൾ ശ്രദ്ധിച്ച് കുളിക്കുക. ഇവിടെ കുഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് എല്ലാവരും ഉണ്ട് കേട്ടോ അവിടെ. പൊന്നൂന് ഇറങ്ങാൻ പറ്റാത്തതുകൊണ്ട് ഇതേ ഇവിടെ ഇരിക്കുന്നു. ഞാനോ ഇതേ സുഖമൊക്കെ ഇറങ്ങിയിട്ടാ. ചേട്ടൻ്റെ അവിടെയൊക്കെ ഉണ്ട്. അപ്പം എല്ലാവർക്കും സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിപ്പിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.